ചന്ദ്രികയോ സഖിനി കസ്തൂരി മാൻമിഴിയിണയിൽ കാശ്മീര ചന്ദ്രികയോ സഖിനി കസ്തൂരി മാൻമിഴിയിണയിൽ കസ്തൂരി മാൻമിഴിയിണയിൽ കാദംബരി പുഷ്പമോ നിന്റെ കണ്ണാടി കവിളിന്നഴകിൽ കാദംബരി പുഷ്പമോ നിന്റെ കണ്ണാടി കവിളിന്നഴകിൽ കണ്ണാടി കവിളിന്നഴകിൽ കണ്ണാടി കവിളിന്നഴകിൽ കാശ്മീര ചന്ദ്രികയോ സഖിനി കസ്തൂരി മാൻമിഴിയിണയിൽ കസ്തൂരി മാൻമിഴിയിണയിൽ ശിലാശില്പമണിയറയിൽ അംശതൂലികാ സുരഭില ശയ്യകളിൽ സൂര്യശിലാശില്പമണിയറയിൽ അംശതൂലികാ സുരഭില ശയ്യകളിൽ വാരിപ്പുണരും നിന്നെ വാരിപ്പുണരും ചാരുമുഖി ഞാൻ വാത്സ്യായനനെ തോൽപ്പിക്കും വാരിപ്പുണരും ചാരുമുഖി ഞാൻ വാത്സ്യായനനെ തോൽപ്പിക്കും കാശ്മീര ചന്ദ്രികയോ സഖിനിൻ കസ്തൂരി മാൻമിഴിയിണയിൽ കസ്തൂരി മാൻമിഴിയിണയിൽ മോഹിച്ചു നിന്നധരത്തിൽ സോമരസാമൃതം നുകരും ഞാൻ ദാഹിച്ചു മോഹിച്ചു നിന്നധരത്തിൽ സോമരസാമൃതം നുകരും ഞാൻ നീ എന്നിലണിയൂ ഇന്ന് നീ എന്നിലണിയൂ രോമാഞ്ച പൂക്കളാൽ നിനക്കായി സ്വയംവരമാല തീർക്കും നീ എന്നിലണിയൂ രോമാഞ്ച പൂക്കളാൽ നിനക്കായി സ്വയംവരമാല തീർക്കും കാശ്മീര ചന്ദ്രികയോ സഖിനിൻ കസ്തൂരി മാൻമിഴിയിണയിൽ കസ്തൂരി മാൻമിഴിയിണയിൽ കാദംബരി പുഷ്പമോ നിന്റെ കണ്ണാടി കവിളിന്നഴകിൽ കണ്ണാടി കവിളിന്നഴകിൽ കണ്ണാടി കവിളിന്നഴകിൽ കാശ്മീര ചന്ദ്രികയോ സഖിനിൻ കസ്തൂരി മാൻമിഴിയിണയിൽ കസ്തൂരി മാൻമിഴിയിണയിൽ ഉള്ളതെല്ലാം കൂടെ അനാകാലയത്തിന് എഴുതി വെച്ചിട്ട് വയസ്സുകാലത്ത് തെണ്ടി മരിക്കാമെന്നായിരിക്കും വിചാരം. നമ്മളെ തെണ്ടിക്കാവുന്ന ആളിന്റെ പ്ലാൻ ഇത്രയൊക്കെ ആയിട്ട് അടങ്ങിയിരിക്കുന്ന അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അല്ലാതെ എന്തോ ചെയ്യാനാ? എന്തെങ്കിലും മനസ്സിലൊന്ന് വിചാരിച്ചാൽ അത് നടക്കാതെ മൂത്ത് ഒഴിക്കാൻ പോലും പോകുന്ന സ്വഭാവം അളിയനില്ലെന്ന് അറിയാമല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടോന്ന് ചേട്ടനോട് നേരിട്ട് ചോദിച്ചു നോക്കാം. ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. ഉടനെ നമുക്ക് കേസ് കൊടുക്കണം. നേരെ അവകാശികളുള്ള സ്വത്തുക്കൾ അനാഥാലയത്തിന് കൊടുക്കുന്ന അന്യായമാണെന്ന് വാദിക്കണം. അത് നല്ല ബുദ്ധിയാ. ദാസപ്പനെ ഉടനെ വിളിപ്പിക്ക. വേണ്ട വേണ്ട, ആ എരപ്പാടി എന്റെ മകനാണെങ്കിലും അളിയന്റെ പക്ഷമാ. അവൻ ഒത്തുതീർപ്പ് നോക്കിയില്ല. എന്താകാനാ? അമ്മാവന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. നമുക്ക്
ബാക്കി എല്ലാവർക്കും കൂടി ചേട്ടനൊന്ന് പോയി കാണാം. എന്തിനാ കാണുന്നത്? ഇപ്പം തന്നെ ഞാനൊരു വലിയ വഴക്കം കഴിഞ്ഞിട്ട് വരിക. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണെന്നാ തോന്നുന്നു. വട്ടല്ല, മുഴുത്ത ഭ്രാന്ത. കുറുപ്പമ്മാവനെ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ. അളിയനെ മുഴുത്ത ഭ്രാന്താണെന്ന്. നീ എന്തായാലും ചിരിക്കുന്നത്? നമ്പിയമ്മാവൻ ഇന്നു മുതൽ ഭ്രാന്തനാണച്ചാ. എല്ലാം നേരിൽ കണ്ടുകൊള്ളി. മോളെ, പണത്തിനു വേണ്ടി പരക്കം പായുന്ന ഈ ലോകത്ത് പണം ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ കുമാർ ആദർശവാനാണ്. അവൻ നിന്നെ കരരൂപനായ വന്ന. എന്താ? വക്കീൽ അദ്ദേഹം ബംഗ്ലാവിൽ കാത്തിരിക്കുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ശേഖരൻ കുഞ്ഞ് പറഞ്ഞേച്ചതാ. താനാരാ? ഞാൻ പുതിയ ഡ്രൈവറാ. പുതിയ ഡ്രൈവറോ? പഴയ ഡ്രൈവർ എവിടെ? എനിക്കറിയില്ല. താൻ പോയിക്കോളൂ, ഞാൻ വരാം. മോളെ, ഞാൻ ഉടനെ പോയി വക്കീലിനെ കണ്ട് ചില ഏർപ്പാടുകൾ ചെയ്തിട്ട് ഞാൻ തന്നെ കുമാറിനെ കൂട്ടിക്കൊണ്ടുവരാം. എന്റെ മോൾ ധൈര്യമായി. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തും. നീ ആരാ? ഞാൻ പുതിയ വാച്ചറാണേ. പുതിയ വാച്ചറോ? അതെ. എവിടെ? എനിക്കറിയില്ല. അതൊക്കെ അറിയില്ലേ? ഞാൻ പുതിയ വേലിപ്പിള്ളയാ. പുതിയ വേലിപ്പിള്ളയോ? എന്താ ഇത്? പുതിയ ഡ്രൈവർ, പുതിയ വാച്ചർ, പുതിയ വേലിപ്പിള്ള. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങളാരാ ഇനി? ഞാൻ പുതിയ മാനേജറാണ്. പുതിയ മാനേജറോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ബാബ? നീ പഴയ ശേഖരനാണോ അതോ പുതിയ ശേഖരനാണോ? അമ്മാവനെന്താ ചോദിക്കുന്നത്? ഞാൻ പഴയ ശേഖരനല്ലേ. ആശ്വാസമായി. നീയെങ്കിലും പഴയതായിട്ടുണ്ടല്ലോ. എടാ, ആരാണ് ഇവരേക്ക് ഇവിടെ നിയമിച്ചത്? അയ്യോ, ഇത്രയ്ക്ക് ഓർമ്മക്കുറവോ? അമ്മാവനല്ലേ കഴിഞ്ഞ ആഴ്ച ഇവരൊക്കെ നിയമിച്ചത്? ഞാനോ? നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ ആശുപത്രിയിൽ പോകുന്നത് വരെ ഇവിടെ എല്ലാം പഴയ ആളുകളായിരുന്നല്ലോ. ചേട്ടാ, ചേട്ടന്റെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? അസുഖമോ? ആർക്കാ അസുഖം? ഒരു വിവരവുമില്ലല്ലോ. എന്താ? എന്താണ്? തലയ്ക്ക് അസുഖമായിരിക്കുന്ന ഒരാളോട് എങ്ങനെ ഇരിക്കുന്നത് ചോദിക്കാം. തലയ്ക്ക് അസുഖമോ? ആർക്കാ തലയ്ക്ക് അസുഖം? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ആവശ്യമല്ല എന്റെ അടുത്ത് വഴക്കുന്നുണ്ട് കേട്ടോ. നിന്റെ അസ്ഥി ഞാൻ പറഞ്ഞേക്കാം. അളിയൻ തന്നെ പറ. അളിയൻ എന്റെ കയ്യിലോട്ടല്ലേ 5000 രൂപ എടുത്ത് തന്നത്? എവിടെ പറയുന്നേ? ഒക്കാ കൊടുത്തത് 5000 രൂപയോ? ആര് തന്നു? അയ്യോ, അളിയൻ ഇന്നലെ എന്നെ രാവിലെ എന്നെ വിളിച്ച് 5000 രൂപയുടെ പുതിയ നോട്ട് കിട്ടിയെടുത്ത് എന്റെ കയ്യിലോട്ടല്ലേ തന്നു. ഞാൻ ആർക്കും രൂപ തന്നിട്ടില്ല. അയ്യോ, ഉപദ്രവിക്കാതെ. എന്തൊരു കഷ്ടമാണിത്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ കിടക്കാം. സാറിന് മാറ്റമൊന്നുമില്ലല്ലോ. അതെന്താണോ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഇരിക്കണം. പിന്നെ ഞാൻ വിളിപ്പിച്ചു എന്തിനെന്നറിയാമോ? എന്തിനാണാവോ? പറയാം. എന്റെ എല്ലാ വസ്തുക്കളും വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കോ പുണ്യക്ഷേത്രങ്ങൾക്കോ ഉടനെ എഴുതി വെക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളും എനിക്ക് ഭ്രാന്താണെന്ന് പറയാൻ പോവുകയാണോ? തമ്പി സാറ് നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? യെസ്, ഇതെന്റെ സ്വന്തം തീരുമാനമാണ്. ഇപ്പോഴിങ്ങനെ തോന്നാൻ കാര്യം എന്താണ്? ഞാനൊരു പണക്കാരനായതുകൊണ്ട് എന്റെ മകളെ കുമാർ വിവാഹം ചെയ്യില്ലെന്ന് പറയുന്നു. അവർക്ക് ആ വിവാഹമാണ് താല്പര്യം. അതുകൊണ്ട് എന്റെ പണം അതിന് തടസ്സമാകാൻ പാടില്ല. വക്കീൽ സാറേ, 2-3 ദിവസമായിട്ട് അമ്മാവന്റെ പ്രകൃതത്തിന് ആകെ ഒരു മാറ്റമാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ചാടി കടിക്കാൻ മാത്രമോ? പണ ഇടപാടുകളെ പറ്റി യാതൊരു ഓർമ്മയും വിളിച്ചുകൂടെ? ചേട്ടന് സുഖമില്ലെന്ന് പറയുമ്പോ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? സോമതി, തലയ്ക്ക് തിരവില്ലാത്ത ഒരാളിനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ദൈവമേ, വക്കീൽ സാറ്, ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് ഇവർക്കാണോ എനിക്കാണോ? നിങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പറച്ചിൽ. ഡോക്ടർ സാർ വന്നല്ലോ. വക്കീൽ സാറേ, അമ്മാവന്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്നുള്ളത് ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു. ഡോക്ടർ, എനിക്ക് ചിത്തഭ്രമമാണെന്ന് ഈ പിശാചുക്കളെല്ലാം പറയുന്നു. ഡോക്ടർ തന്നെ പറയും. എനിക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണോ? അതെ, അങ്ങക്ക് ഭ്രാന്താണ്. തമ്പി അദ്ദേഹത്തിന്റെ തലച്ചോറിന് അല്പം കേടുപറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വക്കീൽ സാറിന് ബോധ്യമായോ? സ്വത്തുക്കൾ ആരുടെ പേരിൽ വേണമെങ്കിലും എഴുതി കൊടുത്തോളട്ടെ. പക്ഷെ അതൊരു ആഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷം മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരിയാ, ഞങ്ങൾക്ക് പണത്തേക്കാൾ വലുത് ഞങ്ങൾ അറിയനാ. തമ്പി സാർ, അങ്ങ് കുറച്ചു ദിവസം വിശ്രമിക്കണം. അത് കഴിഞ്ഞ് നമുക്കെല്ലാം ചെയ്യാം.
നാട്ടിൽ